ഉമ്മൻചാണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയ നേതാവാണെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. C. സഞ്ജയ് ഖാൻ പറഞ്ഞു. ഇടമൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഞ്ജയ് ഖാൻ. ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കണമെന്നും തീരുമാനമെടുത്തത് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ CPIയുടെ ഒരു പ്രവർത്തകനായ ശൈലി എന്ന് പറയുന്ന ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെയിന്റിങ്ങിന് പോകുന്ന ആളാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കറണ്ട് കിട്ടുന്നില്ല എന്ന വലിയ വിഷമവുമായി എൻ്റെ അടുത്ത് വരികയും ഞാൻ അന്ന് ബഹുമാനായ കടവൂർ ശിവദാസനാണ് കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. ആ കടവൂർ ശിവദാസൻ അവരുടെ അടുത്ത് പോയിട്ട് ഇദ്ദേഹത്തിന്റെ അച്ഛന് ക്യാൻസറാണ്, അദ്ദേഹത്തിന് ഫ്രീ ആയി 3 പോസ്റ്റ് ഇട്ടുകൊണ്ട് കറണ്ട് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് അപ്പം തന്നെ തീരുമാനമെടുത്തു. 3 പോസ്റ്റ് ഫ്രീ ആയിട്ടുകൊണ്ട് ശൈലിയുടെ വീട്ടിലേക്ക് കറണ്ട് കൊടുക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ നിരവധിയായ പ്രവർത്തനം. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ രാജ്യം ഓർക്കുന്ന തരത്തിലാണെന്നും ഇതുപോലൊരു ഭരണാധികാരി ലോകത്ത് ഇനി ഉണ്ടാകില്ലെന്നും അദ്ദേഹം അനുസ്മരണ യോഗത്തിൽ പറഞ്ഞു. ലക്ഷം വീട്ടിലെ ബാപ്പു എന്ന് പറയുന്ന അണ്ണന് 4 സർജറി നടത്താൻ പൈസയില്ലെന്ന് പറഞ്ഞപ്പോൾ 50,000 രൂപ അനുവദിച്ചു കൊടുത്തത് അന്നേരം തന്നെ ഉമ്മൻചാണ്ടി സാറാണ്. അങ്ങനെ നിരവധി ആളുകൾ പറഞ്ഞു വന്നാൽ ഒരുപാട് ആളുകൾക്ക് ധനസഹായവും ജീവിതവും ജീവനും ഒക്കെയായി പ്രവർത്തിക്കുന്ന ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ 1000 വ്യക്തിപരമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന്റെ മരണം എനിക്ക് എൻ്റെ പിതാവ് നഷ്ടപ്പെട്ട പോലെയാണ് അനുഭവപ്പെടുന്നത്. കാരണം അദ്ദേഹം മരിച്ച് 1 വർഷമായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എല്ലാ ദിവസവും നമ്മളെ നയിക്കുകയാണ്. പക്ഷേ ആ ഗ്യാപ്പ് എൻ്റെ ജീവിതത്തിലും പലരുടെയും ജീവിതം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനായ ഷാഫി ഇന്ന് MP ആയിട്ടുണ്ട്. കേരളത്തിന്റെ വടകരയിൽ നിന്നും MP ആയ ഷാഫി പറമ്പിൽ, കുണ്ട്രയിൽ നിന്ന് MLA ആയ PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുമായി പേഴ്സണലായി സംസാരിക്കുമ്പോൾ പറയുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് B. അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് D. പ്രിൻസ്, കോൺഗ്രസ് INTUC നേതാക്കന്മാരായ E. നാസർ, മധുരാജ്, ഷിഹാബ് 34, ചിറ്റാലങ്കോട് ശശിധരൻ, S. ഷെരീഫ്, നിഷാദ്, രാജി, ജോസ് അഞ്ചേക്കർ, പ്യാരി മെഹർ, അനിൽകുമാർ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.